ജീവിതത്തിൽ വലിയ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും എന്നെ അള്ളാഹുവിന് വലിയ കാര്യമാണ്, ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ. എന്നാൽ രോഗം, അതല്ലെങ്കിൽ ദാരിദ്ര്യം, നല്ല ജോലിയില്ല, നല്ല നിറമില്ല, നല്ല വാഹനമില്ല, നല്ല ഭാര്യയില്ല, അപ്പോൾ അവർ വിചാരിക്കുകയാണ് എന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ധാരണയെ പരിശുദ്ധ ഖുർആൻ തിരുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിലെ 15-16 ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നുള്ള അധ്യായം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ കല്ലാ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ അടിമയെ ഞാൻ അനുഗ്രഹങ്ങൾ നൽകി പരീക്ഷിച്ചാൽ, അവിടെയും ഇബ്തലാഹു എന്നാണ് പറഞ്ഞത്, പരീക്ഷണം. അപ്പോൾ സമ്പത്ത്, ലാഭം, അങ്ങനെ പല നന്മകളും. അപ്പോൾ പറയാണ് റബ്ബി അക്രമൻ, അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു. ഇതൊരു ആദരവിൻ്റെ അടയാളമായിട്ട് അയാൾ കാണാണ്. എന്നാൽ അമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അള്ളാഹു ഉപജീവനം കുറച്ചു കൊടുത്തു, അതും ഒരു പരീക്ഷണമാണ്. അപ്പോൾ ആ അടിമ പറയാണ് ഫയഖൂലു റബ്ബി അഹാനൻ, അള്ളാഹു എന്നെ നിന്ദിച്ചിരിക്കുന്നു, എന്നെ അള്ളാഹുവിന് വേണ്ട, അള്ളാഹുവിന് എന്നെ ഇഷ്ടമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. കാരണം സമ്പത്ത് ഒരുപാട് കിട്ടിയാൽ അത് അള്ളാഹു സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല, സമ്പത്തില്ലാത്തൊരവസ്ഥ അള്ളാഹു വെറുക്കുന്നു എന്നതിൻ്റെ അടയാളവുമല്ല. രണ്ടും പരീക്ഷണമാണ്. അവിടെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിച്ചാൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാകുന്നത്. എന്നാൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കാണിച്ചാലോ അവിടെയും അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാകും. നേരെ മറിച്ച് സൗകര്യം കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറന്നാൽ അതൊരു പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ കോപാണ് അവർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് മതത്തിൽ നിന്ന് തെറിച്ചു പോവുക, ദൈവത്തെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുക, ചിന്തിക്കുക, അതാണ് അപകടം.